ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടും. തൻ സ്തുതി എപ്പോഴും എന്നാവിന്മേലുണ്ട്. ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടും. തൻ സ്തുതി എപ്പോഴും എന്നാവിന്മേലുണ്ട്. എൻ്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എൻ്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു. ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടും. തൻ സ്തുതി എപ്പോഴും നാവിന്മേലുണ്ട്. ഹല്ലേലൂയ. നന്ദി കർത്താവേ. സ്തുതിക്കുന്നു കർത്താവേ. സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങിയുണർന്ന അല്പസമയം കർത്താവിൻ്റെ പാദപിടം ചാർന്നിരിപ്പാൻ തക്കണ്ണം അടിയനെ ആരോഗ്യത്തോടും സുബോധത്തോടും എഴുന്നേൽപ്പിച്ച എൻ്റെ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായിട്ട് നന്ദി 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 കർത്താവേ. എൻ്റെ കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായി, കരുണയ്ക്കായി, സ്നേഹത്തിനായി സ്തോത്രം. ആ കരുതലിനായിട്ട് നന്ദി പിതാവേ, നന്ദി. അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി നൽകിത്തരേണ്ടതിനായി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പകൽക്കാലം ഞങ്ങളെ പോറ്റി പുലർത്തിക്കൊള്ളുമാറാകണം. ഇന്നുവരെ അത്ഭുത അതിശയമായി ഞങ്ങളെ നടത്തിയ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. വീണ്ടും എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിക്കട്ടെ. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കട്ടെ കർത്താവേ. ഈ കൂട്ടായ്മയിലുള്ള ഓരോ മക്കളുടെയും പ്രാർത്ഥനാ വിഷയത്തെ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനയ്ക്കും മറുപടി തരുന്ന ഒരു കർത്താവ് ഞങ്ങൾക്കുള്ളതോർത്ത് സ്തോത്രം. എൻ്റെ ദൈവമായ കർത്താവേ, ഇന്നുവരെയും ഞങ്ങളെ അത്ഭുത അതിശയമായി അവിടെ ഇവിടങ്ങളിൽ കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് ഞങ്ങളുടെ ആപത്തിലും രോഗത്തിലും അനുപ്രയാസത്തിലും കൂടെ നിന്ന കർത്താവിനെയാണ് ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നത്, സ്തുതിക്കുന്നത്, സ്തോത്രം ചെയ്യുന്നത്. ആരാധനയ്ക്ക് യോഗ്യനും മഹത്വത്തിൻ്റെ രാജാവും എൻ്റെ യേശു അപ്പച്ചൻ മാത്രമാകിയാൽ ഞങ്ങൾ അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെയും തൃക്കരങ്ങളിലൊന്ന് ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി, ദാനമായി തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ജോലിയിലായിരിക്കുന്ന മക്കൾ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗങ്ങൾ, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളായിരിക്കുന്ന ദേശമെല്ലാം നന്ദിയോടെ സ്തോത്രത്തോടെ അപ്പൻ്റെ കരങ്ങളിൽ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ അനാഥരെയും വിധവകളെയും ഏൽപ്പിക്കട്ടെ കർത്താവേ. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്നവരെ സമർപ്പിക്കട്ടെ കർത്താവേ. ആമൻ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിക്കട്ടെ കർത്താവേ. മദ്യത്തിലും മയക്കുമരുന്നിനും കഴിയുന്ന ജീവിതങ്ങളെ ഏൽപ്പിച്ചു തരട്ടെ കർത്താവേ. വിവിധ ആവശ്യങ്ങളുടെ നടുവിൽ ഏങ്ങിമോങ്ങി കരയുന്ന ജീവിതങ്ങളോട് കരുണ തോന്നേണ്ടതിനായി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ സമയം ഞങ്ങളുടെ ജീവിത പങ്കാളിയെ കാത്തോണേ, സൗഖ്യത്തിൽ സൂക്ഷിക്കണമേ. ഞങ്ങളുടെ പൈതങ്ങൾക്ക് കർത്താവ് തന്ന ജയമൊക്കെ ഓർത്ത് നന്ദി പറയുന്നു. വീണ്ടും വിവിധ കോഴ്സുകളുടെ പരീക്ഷകളൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ റിസൾട്ട് കാത്തിരിക്കുന്നവരുണ്ട്. അവർക്കും ജയം നൽകി മാനിക്കുമാറാകണം. ലക്ഷ്യം വെച്ച സ്ഥാനത്തൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് എത്തിക്കുമാറാകണം. ചെറുതും വലുതുമായ എല്ലാ കുഞ്ഞുങ്ങളുടെ പഠനത്തെയും കർത്താവ് മാനിക്കുമാറാകണം. മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, BSc നഴ്സിംഗിന്, എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന മക്കൾ, മെഡിസിന് പഠിക്കുന്ന മക്കൾ, ഹല്ലേലൂയ കർത്താവ്, OITയും IELTSഉം പഠിക്കുന്നവർ, പ്രമറ്റ് പരീക്ഷയ്ക്കും കർത്താവ് ഹാർഡിൻ്റെ പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്ന മക്കൾ, എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലെല്ലാം മക്കളെ സമർപ്പിക്കുന്നു. ബുദ്ധിയും ജ്ഞാനവും എൻ്റെ അപ്പച്ചൻ്റെ പക്കലാവോ കർത്താവ് അവർക്ക് ഓരോരുത്തർക്കും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, നിന്റെ കൃപ ഞങ്ങൾക്ക് വേണം. അപ്പോൾ അത് ധാരാളമായി ഓരോ മക്കളുടെ മേലും പകർന്നാട്ട്. ജോലി ചെയ്യുന്ന മക്കൾക്ക് ആരോഗ്യം ബലവും കൊടുക്കണേ, നല്ല പ്രതിഫലം കൊടുത്ത് മാനിക്കണേ, സമാധാനത്തോടെ കാത്തോണേ. ജോലിയില്ലാത്ത മക്കൾക്ക് ഉപജീവനമാർഗത്തിൻ്റെ വഴിവാതിൽ തുറന്നു കൊടുത്താട്ട് കർത്താവേ. സ്തോത്രം സ്തോത്രം. വിവാഹപ്രായമായ മക്കൾക്ക് തക്ക തുണ അവരുടെ വിവാഹം നടക്കണം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറയെ കൊടുത്ത് അനുഗ്രഹിക്കണം. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളംകരത്തിൽ വഹിച്ചു കൊള്ളണം. എൻ്റെ കർത്താവെ നന്ദിയോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുക. എൻ്റെ കർത്താവെ ഈ സമയം ഹല്ലേലൂയ. മദ്യത്തിലും മയക്കുമരുന്നിൽ കഴിയുന്ന അനേക ജീവിതങ്ങളുണ്ട്. കുടുംബജീവിതത്തിൽ സ്വസ്ഥത അനുഭവിക്കാത്ത പ്രിയപ്പെട്ടവരുണ്ട്. കരയുന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങളുണ്ടപ്പ. തിരുസന്നിധിയിലോട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാഥ, നീ അത്ഭുതം പ്രവർത്തിക്കണം, മാനസാന്തരം നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സമയം കർത്താവ് വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആർക്കും കൊടുക്കാൻ പറ്റാത്ത സമാധാനം എൻ്റെ അപ്പച്ചൻ്റെ പക്കലുണ്ട്. ഓരോ മക്കൾക്കും ദാനം ചെയ്ത് മുൻപോട്ട് ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം കൊടുത്ത് നിറയ്ക്കണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് ഹല്ലേലൂയ കർത്താവ്, ഭവനമില്ലാത്ത മക്കളെ ഏൽപ്പിക്കുന്നു. ഭവനം പണിയുന്ന മക്കളെ സമർപ്പിക്കുന്നു. തലചായ്പാൻ ഭവനം കൊടുത്താട്ട്.
പണിയെ പൂർത്തീകരിച്ച് തന്നെ മക്കൾക്ക് പാർക്കുവാൻ ഭാഗ്യമൊരുക്കിക്കാട്ടെ. കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്ന എൻ്റെ കർത്താവരുടെ ബുദ്ധിമുട്ട് തീർത്തു കൊടുത്താട്ടെ. നീ എല്ലാം സഹായിപ്പാൻ മറ്റാരുമില്ല കർത്താവേ. അവർ ലജ്ജിച്ചു പോകാൻ അനുവദിക്കാതെ സ്വർഗം കരുതിയ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം കർത്താവേ. വാഹനം ഓടിക്കുന്ന എല്ലാ മക്കളെയും ഓർക്കുന്നു കർത്താവെ. ആപത്തരത്തിൽ വിടുവിച്ചു കളണേ. ഓരോ വാഹനത്തിലും കർത്താപ്പച്ചൻ്റെ കരം ചേർത്ത് പിടിച്ചോണേ. എല്ലാ ഉപജീവനമാർഗവും വാഴ്ത്തി അനുഗ്രഹിക്കണമേ കർത്താവ്. തൻ്റെ മക്കൾക്ക് വേണ്ടുന്നതെല്ലാം ദിനംതോറും കൊടുത്ത് പോറ്റി പുലർത്തിക്കാട്ടെ. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിച്ചാട്ടെ. കഷ്ടനഷ്ടം കൂടാതെ കാത്തോണേ കർത്താവ്. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി, കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. പുതിയ നന്മയും അനുഗ്രഹം പുതുവർഷക്കാലം കൊടുത്ത് അനുഗ്രഹിച്ചാട്ട് കർത്താവ്. ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. ഈ സമയം കർത്താവേ വേർപാട് ദുഃഖത്തിലായിരിക്കുന്നവരെ സമർപ്പിച്ചാൽ എൻ്റെ കർത്താവ് ഓരോ മക്കളെയും ആശ്വസിപ്പിക്കണമേ. പല വിധത്തിൽ കഴിയുന്ന വേദനകൾ, വേദനകളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. അപ്പോൾ അവരെ സഹായിച്ച് ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം ദൈവമായ കർത്താവേ ഹല്ലേലൂയ. നന്ദി 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 കർത്താവ്. ഞങ്ങളുടെ രോഗികളുമായി കടന്നു വരുന്നു. ഞങ്ങളുടെ രോഗികൾക്ക് സൗഖ്യം സമാധാനം അവിടുത്തെ പക്കല. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, ഓപ്പറേഷന് വിധേയപ്പെട്ടവർ കർത്താവേ, ഉദരസംബന്ധമായ രോഗമുള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരപ്പെടുന്നവർ, ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, പല്ലിൻ്റെ വേദനയാലും ചെവിയുടെ വേദനയാലും ഭാരമുള്ള ഇൻഫെക്ഷനാൽ ഭാരപ്പെടുന്നവർ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, ഓപ്പറേഷനൊക്കെ കർത്താവ് കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, ബൈപ്പാസ് സർജറി കഴിഞ്ഞ് വിശ്രമിക്കുന്നവരൊക്കെ ഉണ്ട്. തമ്പുരാൻ്റെ ബലമുള്ള കാര്യങ്ങളിലൊട്ടിട്ട് ഏൽപ്പിച്ചു തരുന്ന കർത്താവ് കാത്ത് സൂക്ഷിച്ച് സൗഖ്യത്തോടെ എഴുന്നേൽപ്പിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഹല്ലേലൂയ കർത്താവേ സ്തോത്രം സ്തോത്രം. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ളവർ, ശരീരമാസകലം അതിവേദനയും നീർക്കെട്ടുമുള്ളവർ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവർ, ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവർ, വയറ്റിൽ മുഴയാൽ ഭാരപ്പെടുന്നവർ ഹല്ലേലൂയ കർത്താവേ സ്തോത്രം സ്തോത്രം. അപ്പാ സ്തോത്രം. എല്ലാം അപ്പൻ്റെ പാദപിടിത്തിൽ ഏൽപ്പിക്കുന്നു. അങ്ങ് തൊട്ടൊരു അങ്ങേ തൊട്ടൊരു സൗഖ്യം പ്രാപിക്കാതെ പോയിട്ടില്ല. ഓരോ രോഗികളുടെ പേരുമാണ് ഇപ്പോഴത്തുള്ള കരമൊന്ന് വെച്ച് സൗഖ്യപ്പെടുത്തണമേ. വീൽച്ചെയറിലും കിടക്കുകളിലും ആയിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കർത്താവ്. അപ്പം മറ്റുള്ളവർക്കൊരു ഭാരമായി തീരുവാൻ അനുവദിക്കാതെ സ്വന്തം കാര്യം തീർപ്പാൻ ബലം കൊടുക്കണം. അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അലർജി ഉള്ളവർ, ആസ്മയുള്ളവർ, ദുഃഖ സംബന്ധമായ രോഗമുള്ളവർ, തൈറോയിഡ് ഉള്ളവരൊക്കെ ഉണ്ട് കർത്താവ്. ആരോടും പറയാൻ മേലാത്ത സങ്കടങ്ങളുള്ളിലൊതുക്കി നിലവിളിക്കുന്ന ജീവിതങ്ങളുണ്ട് കർത്താവ്. അവരോടെല്ലാം മനസ്സലിവും കാരണമുള്ളവർ എൻ്റെ അപ്പച്ചൻ ജീവിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പാതാന്ത്യം കടന്നു വരുന്ന ഒരു മക്കളിൽ ലജ്ജിച്ച് നീ സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ. അങ്ങയുടെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണ്ണത അവിടുത്തെ വലത്ത് ഭാഗത്തു നിന്നും പ്രമോദമുള്ളത് കൊണ്ട് ഈ സന്തോഷം പ്രമോദം അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ ഓരോ മക്കളെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ഭരണകൂടങ്ങളെ അനുഗ്രഹിക്കണം കർത്താവെ. ഓരോ ഭരണകർത്താക്കളെയും അനുഗ്രഹിക്കണമേ. സുവിശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണമേ കർത്താവ്. ഞങ്ങളുടെ രാജ്യത്തിന് മേൽ സമാധാനം അയക്കണമേ. യുദ്ധങ്ങളിൽ നിന്നും, ക്ഷാമങ്ങളിൽ നിന്നും, ഭൂകമ്പങ്ങളിൽ നിന്നും, മഹാമാരിയിൽ നിന്നും, ജലപ്രളയത്തിൽ നിന്നും എല്ലാവരെയും വിട്ടുവയ്ക്കണേ എന്നും പ്രാർത്ഥിക്കുന്നു. ശത്രു കാണാതുകൊണ്ട് ഞങ്ങളെ മറക്കണേ. ഇന്ന് പകൽക്കാലം പാപം കൂടാതെ ജീവിക്കണം. അപ്പം അന്വേഷണം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ.